ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ജനിച്ചപ്പോൾ ഞാനും മറ്റുള്ളവർ ശ്വസിക്കുന്ന വായു തന്നെ ശ്വസിച്ചു. എല്ലാവരും പിറന്ന ഭൂമിയിൽ ഞാനും പിറന്നു വീണു. എന്റെ ആദ്യ ശബ്ദം എല്ലാവരുടേതും പോലെ കരച്ചിലായിരുന്നു. പിള്ളക്കച്ചയിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു. രാജാക്കന്മാരുടെയും ജീവിതാരംഭം ഇങ്ങനെ തന്നെ. എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിതത്തിലേക്ക് വരുന്നത്. എല്ലാവർക്കും ജീവിത കവാടം ഒന്നു തന്നെ. കടന്നു പോകുന്നതും അങ്ങനെ തന്നെ. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഓർമ്മിക്കുക, അറിവുകൾ പലതും തിരിച്ചറിവുകളായി തീരാതെ പോകുമ്പോഴാണ് ജീവിതത്തിന്റെ ഫലം നഷ്ടപ്പെടുന്നത്. നടക്കുന്ന വഴികളിൽ വിവേകപൂർവം പ്രവർത്തിക്കണമെങ്കിൽ അറിവുകളെ നിറവുകളാക്കി മാറ്റണം. ഒട്ടകത്തെയും കുതിരയെയും ശ്രദ്ധിക്കുക. ഒട്ടകം ഓരോ കാൽച്ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോൾ പുറത്തിരിക്കുന്നവൻ ആരാണെന്ന് മനസ്സിലാക്കുന്നു. പുറത്തെ സവാരിക്കാരന് യാത്രയുടെ നിയമങ്ങൾ അറിയില്ലെങ്കിൽ ഓരോ കാൽ വയ്ക്കുമ്പോഴും സഞ്ചാരി വീഴാതെ സൂക്ഷിച്ചേ ഒട്ടകം നടക്കുകയുള്ളൂ. ഒട്ടകത്തിനറിയാം മരുഭൂമിയിലെ യാത്രക്കാരുടെ ഏക ആശ്രയം താൻ മാത്രമാണെന്ന്. കുതിരയാകട്ടെ സഞ്ചാര നിയമങ്ങൾ തെറ്റിക്കുന്നവനെ ഉരുട്ടി താഴെയിടും. കൂട്ടുസഞ്ചാരികളെ പരിഗണിക്കാതെ ചിലപ്പോൾ യാത്ര തുടരും. അറിവുണ്ടായിട്ടും നെറിവുകേടുകൾ കാട്ടുന്നവൻ. വഴികൾ അറിയാം, പക്ഷേ പാതകൾ വിവേകപൂർവം തിരഞ്ഞെടുക്കുവാൻ മാത്രം സാധിക്കുന്നില്ല. കൂടെ നടക്കുന്നവനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഓരോ കാൽവയ്പിലും അവരെക്കുറിച്ച് ചിന്തയുണ്ടാകും. ചില ബോധ്യങ്ങൾ നമ്മെ പുതിയ കാൽവയ്പുകളിലേക്ക് നയിക്കും. യേശുവിന് ശിഷ്യന്മാരുടെ ഓരോ കാൽവയ്പിനെ കുറിച്ചും ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ശിഷ്യന്മാർക്ക് യേശുവിനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ വ്യക്തമായിരുന്നില്ല. അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടു, പക്ഷേ അനുഭവം വിശ്വാസമാകുന്നില്ല. ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ബോധ്യങ്ങളും അറിവുകളും അവന്റെ ഉത്തരത്തെ നിറവാക്കി തീർത്തു. അവന്റെ അറിവിനും പ്രവർത്തനത്തിനും കൂടുതൽ ഫലം നൽകി. അറിവിനെ അനുഭവത്തിന്റെ തലത്തിലേക്ക് നയിച്ചു. അറിവ് ബലമായി തീർന്നപ്പോൾ ക്രിസ്തു അവനെ ദൗത്യം ഭരമേൽപ്പിച്ചു. യേശു പറഞ്ഞു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. പത്രോസാകുന്ന പാറ ഇന്നുമെന്നും ക്രിസ്തുവിൽ മുദ്രിതമായിരിക്കുന്നു. കാരണം ക്രിസ്തു തന്റെ കൂടെ അനുഗമിക്കുന്നവരെ അറിയുന്നുണ്ട്. ക്രിസ്തു തന്റെ വഴികളിലൂടെ നടക്കണമെന്ന് ആഗ്രഹിച്ച പലർക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അവരിലൊരുവനാണ് യൂദാസ്. അവൻ ആഗ്രഹിച്ച വഴികളിലൂടെയല്ല, ക്രിസ്തു ആഗ്രഹിച്ച വഴിയിലൂടെയാണ് അവൻ നടക്കേണ്ടിയിരുന്നത്. നമുക്കും യൂദാസ് ആഗ്രഹിച്ച വഴികളിലൂടെ സഞ്ചരിക്കാതെ ക്രിസ്തു ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നടക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്നിൽ വരണം, പരിശുദ്ധാത്മാവേ എന്നിൽ വരണം. ഞാൻ നിന്നിൽ വളർന്നിടുവാൻ നീ എന്നിൽ നിറഞ്ഞിടണം. ഞാൻ നിന്നിൽ വളർന്നിടുവാൻ നീ എന്നിൽ നിറഞ്ഞിടണം. പരിശുദ്ധാത്മാവേ എന്നിൽ വരണം, പരിശുദ്ധാത്മാവേ
എന്നിൽ വസിച്ചിടുവാൻ ആത്മാവിൻ വചനത്താലേ നീ എന്നെ നടത്തേണമേ. ആത്മാവിൻ വചനത്താലേ നീ എന്നെ നടത്തേണമേ. എന്നെ സ്നേഹത്താൽ നിറയ്ക്കണമേ. ഞാൻ നിന്നിൽ വസിച്ചിടുവാൻ ആത്മാവിൻ വചനത്താലേ നീ എന്നെ നടത്തേണമേ. ആത്മാവിൻ വചനത്താലേ നീ എന്നെ നടത്തേണമേ. ആത്മതീയായി നീ വരണം, കൊടുങ്കാറ്റായി ആടിക്കത്തണം. ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മനിറവിൽ നിറഞ്ഞിടുവാൻ. ആത്മതീയായി നീ വരണം, കൊടുങ്കാറ്റായി ആടിക്കത്തണം. ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മനിറവിൽ നിറഞ്ഞിടുവാൻ. യേശുവിന്റെ രക്തത്താൽ ജയം, അന്ധകാര ശക്തി